ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ ഗ്ലൂ വൈൻ? ഞങ്ങൾ ഇന്ന് ഗ്ലൂ വൈൻ കുടിക്കാനായിട്ടാണ് പോകുന്നത്. അതിനായിട്ട് ഞങ്ങളുടെ അടുത്തുള്ള വിന്റർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ഒക്ടോബർ പകുതിയാകുമ്പോഴേക്ക് ജർമ്മനിയിലെ പലയിടങ്ങളിലായി വിന്റർ മാർക്കറ്റ് പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ലൂഡിസാഫനിലെ റൈൻഗാലറോട് ചേർന്നിട്ടാണ് കേട്ടോ ഈ വിന്റർ മാർക്കറ്റ്. എല്ലാ വർഷവും ഈ സമയത്ത് ഈ വിന്റർ മാർക്കറ്റ് ഇവിടെ വരാറുണ്ട്. ഒറ്റ നോട്ടത്തിൽ തന്നെ കുട്ടികളെ ആകർഷിക്കാൻ പറ്റുന്ന അത്ര കളർഫുൾ ആയിട്ടാണ് ഇവർ ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം കണ്ട് ഞങ്ങളുടെ ചെക്കന് നല്ല അലമ്പായിരുന്നു കേട്ടോ. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് അവനെ ഒന്ന് അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നത്. എന്തൊരു ക്യൂട്ടായിട്ടാണല്ലേ ഇവർ ഈ സ്റ്റാൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒത്തിരി കുഞ്ഞു കുഞ്ഞു സ്റ്റാൾസും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ ഉണ്ട്. തൽക്കാലം വിശപ്പകറ്റാനുള്ള കുട്ടി സ്നാക്സ് എല്ലാം ഈ ഷോപ്സിൽ അവൈലബിൾ ആണ്. അവിടുത്തെ ഒരു സ്പെഷ്യൽ ട്രഡീഷണൽ ഐറ്റമാണ് ഗ്ലൂ വൈൻ. ഗ്ലൂ വൈൻ എന്ന് വെച്ചാൽ ഹോട്ട് സ്പൈസ്ഡ് വൈൻ. ഇത് സാധാ റെഡ് വൈൻ ഹീറ്റ് ചെയ്ത് സ്പൈസസ് മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. സിനാമൺ, ക്ലോവ്സ്, ഓറഞ്ച് പീൽ ആൻഡ് ലിറ്റിൽ ഷുഗർ. നല്ല വാം ആൻഡ് സ്വീറ്റി ആണിത്. പെർഫെക്റ്റ് ഫോർ ദിസ് കോൾഡ് വെതർ. ഇത് എക്സ്പ്ലോർ ചെയ്യാനായി വരുന്നവർക്ക് ഫുഡ് കഴിക്കാനും റിലാക്സ് ചെയ്തിരുന്ന് സംസാരിക്കാനും എല്ലാം ഒരുപാട് വുഡൻ ഹട്ട്സും ഇവിടെ കാണാം. അവിടെ ഇരുന്ന് ഇതിന്റെ ആംബിയൻസ് എല്ലാം ആസ്വദിച്ച് നന്നായി റിലാക്സ് ചെയ്ത് ഒരു ഈവനിങ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണിത്. ഒരു പ്രോപ്പർ വിന്റർ വൈബ് തന്നെയാണ് ഇവിടെ ഉള്ളത്. കയ്യിലൊരു ഗ്ലൂ വൈനും ചുറ്റും ലൈറ്റ്സും മ്യൂസിക്കും. എന്തൊരു ആംബിയൻസ് ആണല്ലോ ഇവിടെ. ഈ ഗ്ലൂ വൈൻ അത്ര ചില്ലറക്കാരനല്ല കേട്ടോ. നന്നായിട്ട് തലക്കി പിടിച്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആൽക്കഹോൾ കുടിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നോൺ ആൽക്കഹോളിക് വേർഷൻസും ഇവിടെ ഉണ്ട്. കിൻഡർ പ്യുൻഷ് എന്നാണ് അതിന് പറയുന്നത്. ഞങ്ങൾ മേടിച്ച ഗ്ലൂ വൈൻ ഒരു കപ്പിന് €4.50 ആയത്. അതുപോലെ തന്നെ ആ കപ്പിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരു €3 കൂടി അവർ എക്സ്ട്രാ മേടിക്കും. ആ കപ്പ് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ €3 നമുക്ക് തിരികെയും കിട്ടും. ഈ വിന്റർ മാർക്കറ്റിനും റൈൻ ഗാലറിയോട് ചേർന്ന് തന്നെയാണ് റൈൻ റിവറും. സോ ഇവിടെ വരെ വന്നിട്ട് കുറച്ചു നേരം റൈൻ റിവറിന്റെ അടുത്തിരുന്ന് കാറ്റൊക്കെ കൊണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.